പ്രിയപ്പെട്ടവരെ നമസ്കാരം. ദ റിയൽ ടോക്ക് അറ്റ് വിനീത് വിജയനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യത്ത് വലിയൊരു ചരിത്രം സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ആകെ മൊത്തം 28 സംസ്ഥാനങ്ങളിൽ 28 നിയമസഭാ മന്ദിരങ്ങളാണുള്ളത്. ഇന്ന് തമിഴ്നാട്ടിൽ ഒരു മന്ത്രിസഭയുടെ കീഴിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട 8 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരായി തമിഴ്നാട്ടിൽ തുടരുന്നത്. വളരെ സന്തോഷം തരുന്ന, പക്ഷേ അതിനോടൊപ്പം തന്നെ നൂതനമായ നമ്മുടെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു പാത ദളപതി വിജയുടെ നേതൃത്വത്തിൽ തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി വഴിതെളിയിച്ചിരിക്കുകയാണ്. തികച്ചും സന്തോഷം തോന്നുന്നൊരു കാര്യം, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഈ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കഴിവുള്ള, ആർജവമുള്ള, സംഘടനാശേഷിയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേർ പല പാർട്ടികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഒരുപക്ഷെ അവരുടെ കഴിവിനനുസരിച്ച് ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള ദൗർലഭ്യം നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും ഈ പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളെല്ലാം റിസർവേഷൻ സീറ്റുകളിൽ നിന്ന് മാത്രം മത്സരിച്ച് വിജയിച്ച് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന വിജയ് നയിക്കുന്ന പാർട്ടിയിൽ ഏകദേശം 50ഓളം SC വിഭാഗത്തിൽപ്പെടുന്ന, SC/ST വിഭാഗത്തിൽപ്പെടുന്ന മത്സരാർത്ഥികളാണ് മത്സരിച്ചത്. 28ഓളം പേർ വിജയിച്ചു വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ 28 പേര് വിജയിച്ചു വന്നതിൽ 8 പേരെ നിലവിൽ മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമസഭയിൽ, കേരളം എടുക്കാം, കർണാടക എടുക്കാം, ആന്ധ്രാപ്രദേശ് എടുക്കാം, ഗുജറാത്ത് എടുക്കാം, പശ്ചിമ ബംഗാൾ എടുക്കാം, അങ്ങനെ തുടങ്ങുന്ന നിരവധി അനവധിയായിട്ടുള്ള പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു ഏകത്വമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരത്തിൽ പുതിയ സമൂഹത്തിന് മാറി ചിന്തിക്കുവാൻ, ഓരോ വ്യക്തിയെയും അവരോടൊപ്പം തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ, അവരിൽ ഒരാളായി കാണുവാൻ, സംഘടനാ തലത്തിലും വിദ്യാഭ്യാസ തലത്തിലും ജോലി തലത്തിലുമെല്ലാം അവരോടൊപ്പം കാണുവാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക്